നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പിരിച്വൽ എൻറ്റിറ്റിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള എൻറ്റിറ്റി, ആ പൂർണ്ണതയുടെ എക്സ്പ്രഷൻ ചെയ്യുന്ന മാധ്യമം, അതാണ് എൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് ഒരു എൻറ്റിറ്റിയായി, അതായത് ക്രിയേഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവിനൊരു എൻറ്റിറ്റി ഉണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് എല്ലാം മെർജ് ചെയ്തിട്ട് ഒരു അവസ്ഥയുണ്ട്. അതാണ് സ്പിരിച്വൽ എൻറ്റിറ്റി. അങ്ങനെ ഏകീകൃതമായിട്ടുള്ളൊരു എൻറ്റിറ്റി രൂപീകരിച്ചാലേ ഒരു സ്പിരിച്വൽ യാത്ര സാധ്യമാവും. അപ്പോൾ ആ എൻറ്റിറ്റി രൂപീകരിക്കാനുള്ള വേദിയാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം, എഡ്യൂക്കേഷൻ. നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസിനെ ഡിസോൾവ് ചെയ്ത് യഥാർത്ഥ പേഴ്സണാലിറ്റീനെ റിവീൽ ചെയ്യാൻ, റിവീലിംഗ് ദ പേഴ്സണാലിറ്റി എന്ന് ചാരുജി മഹാരാജ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസ് നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്തു. വേഗതയിൽ ഇത് സാധിക്കും. ഹാർട്ട്ഫുൾനെസ്സിൽ ശുദ്ധീകരണം ചെയ്യുമ്പോൾ പേഴ്സണാലിറ്റീസ് സട്ടിൽ തലത്തിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നു. പിന്നെ അത് ക്യാരക്ടറിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടൈമിൽ ചെയ്യുന്നു. അതാണ് സ്പിരിച്വൽ പ്രാക്ടീസിൻ്റെ അഡ്വാൻറ്റേജ്. ഇല്ലെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും. നമ്മൾ ജീവിതത്തിൽ നിസ്വാർത്ഥരായി ജീവിച്ച് ആഗ്രഹങ്ങളില്ലാതെ ജീവിച്ച് ഈ പേഴ്സണാലിറ്റീസിനെ ഡിസോൾവ് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലപ്പോൾ ജന്മങ്ങൾ തന്നെ വേണ്ടി വരും എന്ന് പറയുന്നു. പക്ഷെ ഇത് ഷോർട്ടൻ ചെയ്യുന്നു ഹാർട്ട്ഫുൾനെസ്. അപ്പോൾ ഇങ്ങനെ പല പേഴ്സണാലിറ്റീസിനെ മെർജ് ചെയ്ത് ഒരു ഏകീകൃതമായിട്ടുള്ള പേഴ്സണാലിറ്റി രൂപീകരിക്കുമ്പോൾ അത് വളരെ വളരെ ശക്തമാവും, പവർഫുള്ളായിരുന്നു. ഒരു ക്രിയേഷൻ നടത്താൻ പറ്റുന്നത്ര പവർഫുള്ളായി മാറും. അത് അത്രയും കോൺസെൻട്രേറ്റഡ് സ്റ്റേറ്റിലാണ്. ഒരു കോൺസെൻട്രേറ്റ് അവസ്ഥയിൽ നിന്ന് എന്തും ആവാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് മഹാബലി എന്ന് പറയും. ഇന്ന് ഓണം ദിവസമാണ്. അപ്പോൾ മഹാബലി എന്ന് പറയുമ്പോൾ എല്ലാ ലോകങ്ങളെയും കീഴടക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നാണ് കഥയിൽ പറയുന്നത്. അതായത് എല്ലാ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ്സിലും മെർജ് ചെയ്തിട്ട് ഈഗോ കോൺസെൻട്രേറ്റഡ് അവസ്ഥയിലേക്ക് ഇരിക്കുകയാണ്. ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി രൂപീകരിക്കാനുള്ള സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ദാനധർമ്മം ഒരു നാച്ചുറലായിട്ട് സ്വഭാവമാണ്. എല്ലാം നൽകാനുള്ളൊരു തോന്നൽ, നൽകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളൊരു മാധ്യമമായി മാറാനുള്ള ഒരു ടെൻഡൻസി, അതാണ് മഹാബലി കാണിക്കുന്നത്. ദാനം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അവസാനം എന്നെ ദാനം ചെയ്യണം, എൻറ്റിറ്റി തന്നെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ് എത്തുമ്പോൾ അവിടെ ഈഗോ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു എൻറ്റിറ്റിയെ ഡിസോൾവ് ചെയ്യാൻ ഉള്ളൊരു സ്റ്റേറ്റിലേക്ക്
ഉയരുമ്പോൾ, സ്പിരിച്വൽ യാത്രയിൽ ഉയരുമ്പോൾ ഗുരുനാഥൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ഡിസൈപ്പിൾ റെഡിയാകുമ്പോൾ ഗുരുനാഥൻ പ്രത്യക്ഷപ്പെടുന്നു. ആ ഗുരുനാഥനാണ് വാമനൻ. അപ്പോൾ തുടക്കത്തിൽ ഗുരുനാഥന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമൊന്നും നമുക്ക് തോന്നില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാൾ. അതുപോലെയാണ് വാമനൻ, ചെറിയൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് 3 അടി മണ്ണ് വേണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹാബലി ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്റ്റേറ്റിലാണ്. അപ്പോൾ എല്ലാം നൽകാൻ തയ്യാറാണ്, എല്ലാം നൽകുന്നു. പക്ഷേ 3ാമത്തെ ചുവട് എവിടെ വയ്ക്കും എന്ന് ചോദിച്ചപ്പോൾ പതറുകയാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ കഴിഞ്ഞു, ഇനി എവിടെ വയ്ക്കും? ഇനി കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് മഹാബലി അവസാനം വാമനന് സമ്മറിയും. വാമനൻ അങ്ങോട്ട് വലുതായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുരു ആദ്യം ചെറുതായിരുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വമായിരുന്ന ഗുരുനാഥൻ അത്രയും വലിയ ഡയമെൻഷനിലേക്ക് വരുന്നു, നമ്മളെ തന്നെ ഉൾക്കൊള്ളാൻ തക്കോണം വളർന്നു വരുന്നു. അപ്പോൾ ബാബുജി മഹാരാജ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചു ഞാനാണ് ഉടമസ്ഥൻ, അങ്ങ് വാടകക്കാരനാണ്. അതായത് ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു. നമ്മൾ പറയുന്നത് ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്. എല്ലാ റിലിജൻസ് പറയുന്നുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. നമ്മളവിടെ ഒതുക്കിയിരിക്കുകയാണ്. ഗോഡ് ഹാസ് ഹിഡൻ ഹിംസെൽഫ് ഇൻ യർ ഹാർട്ട്സ് ടു റിവീൽ യു എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. ഹൈഡ് യുവർ സെൽഫ് ടു റിവീൽ ഗോഡ്. ഞാൻ എന്നെ മറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹൃദയെ മാം പശ്യസി എന്നുള്ള തരത്തിൽ, ഹൃദയെ മേ പശ്യസി എന്നുള്ള തരത്തിൽ യാത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൃദയെ മാം പശ്യസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ കാണും എന്നുള്ള സ്റ്റേറ്റിന് ആ ഹൃദയത്തിൽ എന്നെ കാണും എന്നൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ. അതാണ് മഹാബലിക്ക് സംഭവിച്ചത്. മഹാബലിക്ക് മനസ്സിലാവുന്നു, ശരിക്കും ഗുരുനാഥൻ്റെ, ഈശ്വരൻ്റെ ഹൃദയത്തിൽ ഞാനൊരു സ്പാർക്ക് മാത്രമാണ്. അതാണ് സ്വയം സമർപ്പിക്കുന്നത്. മഹാബലിയെ പാതാളത്തേക്കൊന്നും ചവിട്ടി താഴ്ത്തിയിട്ടില്ല, അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. സുതലം എന്നുള്ള സ്ഥലത്തേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന മന്വന്തരങ്ങളിൽ ഭഗവാന്റെ സംരക്ഷണത്തിൽ അദ്ദേഹം യാത്ര ചെയ്യും എന്നും പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഈ മഹാബലി അഹംബോധം ഈശ്വരൻ്റെ ഇൻസ്ട്രുമെൻ്റായി മാറിക്കഴിഞ്ഞു എന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതാണ് മഹാബലിയുടെ മഹാഭാഗവതൻ. അത്രയും വലിയ മഹാനാണ്, അസുരനാണ്. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ അസുരന്മാർ തന്നെയാണ്. ഈ കഥയിൽ അതും ഒരു സൂചന ഉണ്ടെന്ന് നമുക്ക് തോന്നി. നമ്മളെല്ലാവരും സ്വാർത്ഥികളാണ്, അസുരന്മാരാണ്. ആ തലത്തിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു സറണ്ടർ എന്നുള്ള മേഖലയിലെത്തുമ്പോൾ ഭഗവാന്റെ ഇൻസ്ട്രുമെൻ്റായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ആസുരികവും ദൈവികം എന്നുള്ള ചിന്തയൊക്കെ വിട്ടിട്ട് അബ്സല്യൂട്ടിൻ്റെ ഇൻസ്ട്രുമെൻ്റായിട്ട് മാറാനുള്ള ഒരു യാത്രയുടെ ശരിക്കും അതിൻ്റെ ഒരു സിംബോളിസമാണ് ഓണം എന്നുള്ള ഈ ലെജൻഡ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓണത്തിൻ്റെ ദിവസം നമ്മുടെ യഥാർത്ഥത്തിലുള്ള എൻറ്റിറ്റിയെ ഉണർത്താനും എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ പല വ്യക്തിത്വങ്ങളെ മെർജ് ചെയ്തിട്ട് ഏകീകൃതമായിട്ടുള്ള ഒരു വ്യക്തിത്വം, സ്ഥിതപ്രജ്ഞ അവസ്ഥയിലുള്ള ഒരു വ്യക്തിത്വത്തെ രൂപീകരിക്കാനും ഉള്ള നമ്മുടെ ശ്രമം അത് തുറന്നുകൊണ്ടിരിക്കാം. എല്ലാവരും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം ഇത് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം. കാരണം ഇവിടെ പ്രാണാഹുതി ലഭിക്കുന്നുണ്ട്, ഒരു ഗുരുനാഥൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. ഈ ഓണം ദിവസത്തിൽ എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.